നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ വാരഫലം, ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 29 ബുധനാഴ്ച മുതലുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാം ഈ ഒരു ശുഭാശുഭ ഫല ചർച്ച ചെയ്യുമ്പോൾ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. ഇടവൻ രാശിയിൽ ചൊവ്വ, മിഥുനത്തിൽ ബുധൻ, കർക്കിടകത്തിൽ സൂര്യനും വ്യാഴവും, ചിങ്ങത്തിൽ ശുക്രനും കേതുവും, മകരത്തിൽ ചന്ദ്രനും, കുംഭത്തിൽ രാഹുവും, മീനത്തിൽ ശനിയുമാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ അതെപ്രകാരം ഓരോ രാശിക്കാർക്കും അവരുടെ രാശിക്ക് അനുസൃതമായ ഫലത്തെ, ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ചർച്ചയാണ് നാം ചെയ്യുന്നത്. പുണർതം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം നക്ഷത്രങ്ങളിൽ നിന്ന് 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് രാശിയിൽ സൂര്യനും വ്യാഴവുമാണ്. 2ാം ഭാവത്തിൽ ശുക്രൻ, കേതു, 7ാം ഭാവത്തിൽ ചന്ദ്രൻ, അഷ്ടമത്തിൽ രാഹു, 9ാം ഭാവത്തിൽ ശനി, 11ാം ഭാവത്തിൽ ചൊവ്വ, 12ൽ ബുധൻ. രേഖാപരമായ വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക ഈ ഒരു വാരം. അല്ലെങ്കിൽ രേഖയിലൂടെ പലപ്പോഴും പല വിലപ്പെട്ട നമുക്ക് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവുക. അതിനാൽ നമ്മുടെ രേഖ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു സമയമാകട്ടെ ഈ ഒരു വാരം. സഹായികളുടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ സഹായം തനിക്ക് കുറയുക, അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ടാകുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, അത് തന്നെ ബാധിക്കുന്നൊരു അവസരമാണ്. ഈ കർക്കിടക രാശി സ്വതവേ ചരരാശിയാണ്, യാത്രാരാശിയാണ്. ഇവിടെ 2ാം ഭാവത്തിൽ വളരെ ബലവാനായി ശുക്രൻ നിൽക്കുന്നുണ്ട്. അതൊരു യോഗകാരകനാണ്. അത് സൂര്യന് ഒരു ഉഭയചരി യോഗത്തെ പ്രദാനം ചെയ്യുന്നു. മുഖരി ജ്ഞാനോ ബലവാൻ, നല്ല ലീഡർഷിപ്പ് ഒക്കെ പ്രകടിപ്പിക്കുന്ന വാരമാണിത്. 7ാം ഭാവത്തിൽ ചന്ദ്രൻ വരുമ്പോൾ ആ വിഷയവും വളരെ നല്ലതാണ്. അത് രാജയോഗമാണ്. രാശിധിപനാഗ്രഹം 7ാം ഭാവത്തിൽ നിന്ന് രാശിയിലേക്ക് നോക്കുന്നു. 7ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. അത് നല്ലൊരു ഗജകേസരി യോഗം എന്ന് പറയുന്നു. ഇവിടെ വെളുത്തപക്ഷത്തിലെ പൗർണമിയിലെ അതിശക്തമായ ചന്ദ്രൻ 7ാം ഭാവത്തിലുള്ളത്. അതിനാൽ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാവുക, യാത്ര തരപ്പെടുക, അവിചാരിതമായ യാത്രാ ഭാഗ്യങ്ങൾ വരിക. അപ്രകാരം വിദേശത്തേക്ക് പോയി പ്രചരണം നടത്തുന്ന പ്രവാചകന്മാർക്ക്, പ്രചാരകർക്ക്, മതമേലാധികാരികൾക്കൊക്കെ തന്നെ ഈ ഒരു വാരം അവർക്ക് തങ്ങളുടെ മതം, സിദ്ധാന്തം സമർത്ഥിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ്. അതിനുള്ള അവസരങ്ങൾ അവർക്ക് കൈവരുത്തട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നിർബന്ധമായും രേഖാപരമായ വിഷയത്തെയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. സന്താന വിഷയത്തിലേക്ക് അതിന് ശ്രമിക്കുന്ന ദമ്പതികൾക്ക്, വിവാഹം കഴിഞ്ഞ് അതിന് ശ്രമിക്കുന്ന ദമ്പതികൾക്ക് പുത്തൻ സന്താനത്തിന് വേണ്ട ചികിത്സയ്ക്ക് പോകാം. രാത്രി ബഹുഭാഗ്യ രാശി, 2ൽ കൂടുതൽ ടയറുകളുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ, കാർ മുതലായ അല്ലെങ്കിൽ വലിയ ട്രക്കുകൾ ഉപയോഗിക്കുന്നവർ, വിദേശത്തായാലും നാട്ടിലായാലും മഴയെ ഭയപ്പെടണം. അസമയത്ത് രാത്രിയിലുള്ള യാത്രയിൽ രാത്രി അപകടങ്ങൾ വരാം. നന്നായി ശ്രദ്ധിച്ച് മാത്രം യാത്ര ചെയ്യുക. ഏതായാലും ഈ ഒരു വാരം വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കർക്കിടക രാശിക്കാർക്ക് അനുകൂലമായ ഒരവസ്ഥ സംജാതമാണ്. ഇവിടെ ലഗ്നത്തിൽ വ്യാഴത്തിന് മൗഢ്യമുണ്ട് എങ്കിലും, ജന്മവ്യാഴമാണ് എങ്കിലും മറ്റ് പ്ലാനറ്റ്സിൻ്റെ പൊസിഷനൊക്കെ പ്രായണ അനുകൂലമാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.